നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടിയായ വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. ഇന്ന് നമ്മളോടൊപ്പം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ചേരുന്നുണ്ട്. ഈ തുടർഭരണം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം തന്നെയാണ്. ഒരു തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എന്തൊക്കെ വികസനങ്ങളാണ് നാടിന് വേണ്ടിയിട്ട് ചെയ്തത്? കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായെന്ന് തൊട്ട് ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് കീഴിലാണ്. ആ ഭരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതുവരെയുള്ള ഭരണങ്ങളെല്ലാം നടന്നത്. എന്നാൽ ഈ 5 വർഷക്കാലത്തെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ 20 മുതൽ 25 വരെയുള്ള വർഷക്കാലത്തെ LDO ഭരണസമിതിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുലജ നേതൃത്വം നൽകിയ ഭരണസമിതിയുടെ ഭരണ നേട്ടങ്ങളെ മാത്രം പരിശോധിച്ചാൽ ഈ പഞ്ചായത്തിലെ 22,000-ഓളം വരുന്ന ജനങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ അതാത് ഘട്ടങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോന്നെടുത്താൽ വിദ്യാഭ്യാസം തൊട്ട് ആരോഗ്യം തൊട്ട് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യവസായ രംഗത്ത്, തൊഴിൽ മേഖലയിൽ എല്ലാം കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വികസനങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ നടത്തിയ വികസനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി ഈ കടന്നപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ആ ഭരണസമിതി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ഭരണത്തിൽ എന്തൊക്കെ വികസനങ്ങളാണ് ഇനിയും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത്? തുടർന്നുള്ള ഭരണത്തിൻ്റെ ഒരു മുഖ്യമായ ധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന സങ്കല്പങ്ങളാണ്. അത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടതിൻ്റെ വികസനത്തിൻ്റെ തുടർച്ചയും അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വികസനമാണ് എല്ലാ പഞ്ചായത്തുകളിലും നടക്കുക. നമ്മുടെ പഞ്ചായത്തിലും അത് നടക്കുക. ഏറ്റവും പ്രധാനമായി ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടുന്ന കുറേ മേഖലകൾ, ഏറ്റവും പ്രധാനമായി നമ്മുടെ തൊഴിൽ മേഖല, പുതിയ യുവാക്കളെ അവരുടെ ആഗ്രഹത്തിനൊത്തല്ലെങ്കിൽ പോലും പഞ്ചായത്തിൻ്റെ ശേഷിക്കും പഞ്ചായത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യവും സവിശേഷമായ പ്രത്യേകതകളും വെച്ച് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തണം. അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള കാർഷിക മേഖല, തൊഴിൽ മേഖല അത് നമുക്ക് സംരക്ഷിക്കപ്പെടുകയും ചെയ്യണം. പുതിയ തലമുറയെ അവരാഗ്രഹിക്കുന്ന വിധത്തിൽ അവർക്ക് പുതിയ തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ പദ്ധതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോയായി പ്രസിദ്ധീകരിക്കുകയും ജനങ്ങളോട് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലുണ്ട്. കാർഷിക മേഖലയിൽ, കുടിവെള്ള മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, സ്വയം തൊഴിൽ രംഗത്ത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിഗണന ലഭിക്കുന്നതിൽ, കുടുംബശ്രീ, അങ്ങനെ എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ എല്ലാ മേഖലയിലും കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം നടപ്പിലാക്കുക എന്നതാണ് ഇടതുപക്ഷ മുന്നണിയുടെ മുമ്പിലുള്ള കടമകളും കർത്തവ്യങ്ങളും. അത് തീർച്ചയായും ഈ 2025 അധികാരത്തിൽ വരുന്ന പുതിയ ഭരണസമിതിയും അതിലെല്ലാം നല്ല ജാഗ്രതയോടെ ജനങ്ങളുമായി ചേർന്നതുകൊണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അവിടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സർക്കാരുകളാണ്. ആ സർക്കാരെയാണ് അവർ ദൈനംദിനമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നത്. ആ സമീപനത്തെ അതുപോലെ തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ജീവിത പ്രയാസങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അപ്പം പരിഹരിക്കുന്നതിന് നല്ല ജാഗ്രത തുടർന്നുള്ള ഭരണസമിതിക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ്റെ പ്രകടന പത്രികയിൽ നൽകിയ ഏതൊക്കെ വാഗ്ദാനങ്ങളാണ് നിറവേറ്റിയത്? പ്രധാനമായും ഓരോ മേഖല എടുത്തു പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? നമ്മൾ എല്ലാ മേഖലയും നിറവേറ്റി. കാർഷിക മേഖലയിൽ നെല്ലുൽപാദനം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ കവുങ്ങ്, തെങ്ങ് നമ്മുടെ പ്രധാന അതാണല്ലോ. റബ്ബറിന് പ്രത്യേകമായി പഞ്ചായത്തിനൊന്നും ചെയ്യാനില്ല. ചെയ്യേണ്ട സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് തറവിൽ നിശ്ചയിച്ചു, സംഭരണത്തിനുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. പിന്നെ പാൽ കൃഷിക്കാർക്ക് പഞ്ചായത്ത് സബ്സിഡികൾ നൽകി, അവർക്ക് അതിനാവശ്യമുള്ള പാലിൻ്റെ ഇൻസെൻറ്റീവ് നൽകി, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ. വ്യവസായ രംഗത്ത് കടന്നു വരുന്നവർക്ക് ഗവൺമെൻറ് നൽകിയിട്ടുള്ള വ്യവസായ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്ത് നൽകുന്ന സബ്സിഡികൾ അനുവദിച്ചു. അതിനെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രോത്സാഹനങ്ങൾ പഞ്ചായത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് വളരെ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി സാധിച്ചു. ഹരിത കേരളം പദ്ധതിയിൽ, നമ്മുടെ മാലിന്യമുക്ത പദ്ധതിയിലാണെങ്കിൽ വാർഡടിസ്ഥാനത്തിൽ ഹരിതകർമ്മസേന അവർക്ക് നല്ല പ്രോത്സാഹനങ്ങൾ നൽകി. മാലിന്യവുമായി ബന്ധപ്പെട്ട് മറ്റ് പരാതികളില്ലാണ്ട് എന്തായാലും പുറത്തുനിന്ന് ആളുകൾ കൊണ്ടുവിടുന്ന ശീലം ഇപ്പോഴും ഉണ്ട്. അത് അപ്പോൾ കണ്ടെത്തി തടയാൻ ആവശ്യമായ സ്ക്വാഡുകൾ പഞ്ചായത്തിലുണ്ട്. അങ്ങനെ വാഗ്ദാനങ്ങൾ എല്ലാ മേഖലയും, ഇപ്പോൾ വൈദ്യുതി രംഗത്ത് അല്ലെങ്കിൽ വെളിച്ചം വീടുകളുമായി ബന്ധപ്പെടുത്തി ഗ്രാമ വെളിച്ചം പദ്ധതികൾ നമ്മൾ കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു. അത് നമുക്ക് നടപ്പിലാക്കുന്നുണ്ട്. ഓരോ വാർഡിലും 40-50 ഗ്രാമ വെളിച്ചം പദ്ധതികൾ നടത്തി 15 വാർഡുകളിലും ആ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കി. അതിൻ്റെ ചിലത് ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാറുണ്ട്. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചാൽ കൊടുക്കുകയും ചെയ്യും. ഇത്തവണത്തെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മേഖലയും നമ്മൾ വിട്ടുപോയില്ല. എല്ലാ മേഖലയിലും നമ്മുടെ റോഡുകൾ ഇപ്പോൾ പുതുതായി പഞ്ചായത്ത് അതിൻ്റെ രേഖയിൽ വന്നിട്ടുള്ള അവരുടെ
ആസ്തിയിൽ കൊണ്ടുവന്നിട്ടുള്ള റോഡുകളുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ മൊത്തം എടുത്താൽ ഒരു 300ഓളം റോഡുകൾ ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ആസ്തിയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂടുവഴികളുണ്ട്, അതുപോലെ തന്നെ നടവഴികളുണ്ട്, വീതി കുറഞ്ഞ റോഡുകളുണ്ട് 3 മീറ്റർ അതിലധികമുള്ള റോഡുകളുണ്ട്. ആ റോഡുകളെല്ലാം നമുക്ക് കുറേയും കൂടി ഗതാഗത യോഗ്യമാക്കാൻ പറ്റുന്ന ഇടപെടൽ നടത്തും എന്ന് നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ കുടിവെള്ളം എല്ലാ വീടുകളും വിതരണം ചെയ്യാണ്. ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടതുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിഗണന നൽകും. അതുപോലെ തന്നെ അംഗൻവാടികൾ, ആ അംഗൻവാടികളിൽ ഇപ്പോൾ അടിസ്ഥാന എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടങ്ങളുണ്ട്, സ്ഥലമുണ്ട്, കെട്ടിടമുണ്ട്. അവിടെയെല്ലാം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി കുറേയും കൂടി നമ്മൾ അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ ഇന്ന് ഉള്ളടക്ക് നിൽക്കുന്നതല്ലല്ലോ. പുതിയ കാര്യങ്ങൾ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം അതാത് ഘട്ടത്തിൽ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യും. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, അതുപോലെ തന്നെ ഈ മാലിന്യമുക്ത രംഗത്ത് എല്ലാം ഉള്ള കാര്യങ്ങൾ പ്രകടനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സമയബന്ധിതമായി എന്ന് പറയുമ്പോൾ പഞ്ചായത്തിനുണ്ടാകുന്ന പരിമിതികളുണ്ട്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഇതെല്ലാമാണ് പഞ്ചായത്ത് നടപ്പിലാക്കുക. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് പഞ്ചായത്ത് കൃത്യമായി ചെയ്യുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തൊക്കെയാണ്? ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും നല്ല പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കൊണ്ട്. എതിർ മുന്നണികളെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഈ കടന്നപ്പള്ളി പാണൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരുമെന്നാണ്. ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളം ഭരിക്കുന്നത്. ആ കേരളം ഭരിക്കുന്ന മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകളെല്ലാം നല്ല രീതിയിലുള്ള വികസന കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ വികസന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ്, വികസനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അത് ജനങ്ങളുടെ മനസ്സിൽ തട്ടിയ വികസനമാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നൽകിയിട്ടുള്ള പെൻഷനുണ്ട്. അവർ സൗജന്യമായി ചികിത്സ കിട്ടുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ജില്ലാ ആശുപത്രിയിൽ പോയാൽ ഉന്നതമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കരുതലും തലോടുകളും ഏറ്റുവാങ്ങിയ ജനങ്ങളെയാണ് ഞങ്ങളുടെ ഈ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിത്തട്ടുള്ള വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കും എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ ആ ധൈര്യത്തിലും ആ നിലപാടിലുമാണ് ഞങ്ങൾ അവർ സമീപിക്കുന്നത്. അതിൻ്റെ പ്രതികരണം ജനങ്ങളുടെ നിന്ന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് അനുവേദ്യമാവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വാർഡിലും ബഹുഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുമെന്ന നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം വരെയുള്ള ഘട്ടങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രാദേശിക തലത്തിലല്ല, സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ആ ഒരു കേസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ആ കേസിൽ ഒരു കാര്യത്തിൽ ഒരു നിലപാടുകളാണ് പ്രധാനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംസ്ഥാന ഗവൺമെൻറ്റും ഒരു കാര്യം പറഞ്ഞു, അതിൽ ആരെങ്കിലും വകവെക്കണം, ആരാണോ കുറ്റക്കാർ അവരെ ആ കുറ്റത്തിനനുസരിച്ച് ശിക്ഷിക്കുന്ന നിലപാട് ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ആ നിലപാടാണ് കോടതി അംഗീകരിച്ചത്. ഇപ്പോഴും കോടതി പറഞ്ഞുകൊണ്ട് കേസന്വേഷണം തൃപ്തികരമാണെന്നാണ്. അതാണ് ജനങ്ങൾ വയ്ക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ വാക്കുകൾ പാലിക്കുകയും അതിന് നേരും നെറിയും പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന നിലപാടിനൊപ്പമാണ് ജനങ്ങൾ. ആ നിലപാടിനൊപ്പമാണ് ഞങ്ങളും ഈ ഗ്രാമപഞ്ചായത്തും ഗ്രാമത്തിലെ ജനങ്ങളും വോട്ടർമാരും. അതുകൊണ്ട് അതിലും ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയും വകയില്ല. ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം അല്ലെങ്കിൽ നിങ്ങൾ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളെ വാഗ്ദാനം ഞങ്ങളുടെ ഈ കടന്നപ്പള്ളി പാണപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനജീവിതമാണ്. അവരുടെ ജനജീവിതം ശക്തിപ്പെടുത്തുക, മെച്ചപ്പെടുത്തുക, അവർക്ക് ആവശ്യമായ സുരക്ഷിതത്വങ്ങൾ നൽകുക എന്നതാണ്. എല്ലാ മേഖലയിലും ആ സുരക്ഷിതത്വം ഉണ്ടാവണം. ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല. അവരുടെ ആരോഗ്യം സംരക്ഷിക്കണം, അവരുടെ വരുമാനം സംരക്ഷിക്കപ്പെടണം, അവർക്ക് പുതിയ തലമുറയെ സംരക്ഷിക്കപ്പെടണം, അവരുടെ ആശയങ്ങളും അവരുടെ അഭിരുചികളും സംരക്ഷിക്കപ്പെടണം. അത് ഞങ്ങൾ ജനങ്ങളോട് പറയുകയും അതിന് മുൻകൈ നിൽക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ സ്ഥാനാർത്ഥിമാരും പൊതുപ്രവർത്തനത്തിൻ്റെ മികവുള്ളവരാണ് ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത്. വെറുതെ ഒരാളെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നിട്ടല്ല. പക്ഷേ എല്ലാവരും നല്ല പൊതുപ്രവർത്തനത്തിൻ്റെ മികവുള്ളവരാണ്. ജനസേവനത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ 16 പേരെയും ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ ചേരുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വലതുപക്ഷ പ്രതിനിധിയാണ്. കഴിഞ്ഞ തവണ ഭരിച്ചത് LDF ആണ്, ഇടതുപക്ഷമാണ് ഭരിച്ചത്. ആ ഒരു ഭരണത്തിൽ വികസന മുരടിപ്പ് എന്ന് പറയാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും
കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ ഒട്ടനവധി ജനകീയ പ്രശ്നങ്ങളുണ്ട്. പാവപ്പെട്ടവർക്കുള്ള വീട്, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ, അതുപോലെ തന്നെ കുടിവെള്ളം, ഇവയാണല്ലോ നമ്മളെ അടിസ്ഥാന പ്രശ്നങ്ങൾ. ആ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒന്നും തന്നെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ നാളെ 10-40 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിന് 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലാണ് കേരളം ഭരണം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്നത്. ഈ അവസാനത്തെ ഒരാഴ്ചകൾ കൊണ്ടാണ് ഗ്രാമീണ റോഡുകളെല്ലാം ഒറ്റയടിക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഈ കഴിഞ്ഞ 5 വർഷവും യാതൊരു സംവിധാനങ്ങളും നടത്താതെ ഈ അവസാന നിമിഷം തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ആ ഫണ്ട് എവിടെ നിന്ന് ഇവർ കണ്ടെത്തുന്നത്? അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശേഷ ഈ പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് UDF കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ മുന്നോട്ട്. ഈ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് ഏറ്റവും ഉള്ളത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൻ്റെ ഒരു അതിർത്തിയിലാണ് പരിയാരം മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ കോളേജും സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം ആ പ്രദേശത്ത് മാലിന്യ കൂമ്പാരമാണ്. നമ്മളെ UDFൻ്റെ തന്നെ സീറോ മാലിന്യം എന്നുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ കടന്നപ്പള്ളി പഞ്ചായത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പരിയാരം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ആ റോഡുകളിൽ മുഴുവൻ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഹൈവേയിലൂടെ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി പല സ്ഥലങ്ങളിലുണ്ട്. അതേപോലെ തന്നെയാണ് പഞ്ചായത്തിൽ അങ്ങോളമുള്ള തെരുവ് പട്ടികളുടെ, നമുക്കറിയാം എത്രയോ ആളുകൾ തെരുവ് പട്ടിയുടെ കടിയേറ്റിട്ട് ചന്തപ്പുരയിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ പരിസരവും കടന്നപ്പള്ളിയുടെ ഭാഗങ്ങളിലൊക്കെ തെരുവ് പട്ടികളുടെ കടിയേറ്റിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നത്, ദിനം പ്രതി ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവയ്ക്കൊന്നും ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സർക്കാരിന് ഇതിൽ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. കഴിഞ്ഞ തവണത്തിൽ നിന്നും ഇത്തവണത്തെ പ്രകടന പത്രികയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കടന്നപ്പള്ളി മേഖലയിലും അതുപോലെ തന്നെ പാണപ്പുഴ മേഖലയിലും ഒക്കെ നിരവധിയായ വീടുകൾക്ക് വീട് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവയ്ക്കൊന്നും വേണ്ട രീതിയിലുള്ള ഫണ്ട് കണ്ടെത്താൻ അവിടെയൊക്കെ രാഷ്ട്രീയ വിവേചനമാണ് ഇടതുപക്ഷ സർക്കാർ കാണിച്ചിരിക്കുന്നത്. ആ രാഷ്ട്രീയ വിവേചനം ഒഴിവാക്കിക്കൊണ്ട് തീർച്ചയായും അർഹരായ മുഴുവൻ ആളുകൾക്കും അത് വീട് അറ്റകുറ്റപ്പണിയായെങ്കിലും അതുപോലെ തന്നെ വീട് എടുത്തു കൊടുക്കുന്നതിനും അതിനുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് UDF ഈ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി പല സ്ഥലങ്ങളിലും എത്തിയെങ്കിലും അതൊക്കെ ശാശ്വതമായ ഒരു പരിഹാരമില്ല. അതൊക്കെ പ്രാദേശിക തലത്തിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നു. ഇപ്പോൾ കടന്നപ്പള്ളി മേഖലയിലാണെങ്കിൽ പുത്തൂർക്കുന്ന പ്രദേശം പോലെയില്ല. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ കോടിക്കണക്കിന് രൂപ അവിടെ പല പദ്ധതികളും പറഞ്ഞ് വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇന്നും ശാശ്വതമായൊരു കുടിവെള്ളം കിട്ടാത്തൊരു പ്രദേശമാണ് പുത്തൂർക്കുന്ന മേഖലയിൽ, അതുപോലെ തന്നെ കടന്നപ്പള്ളിയുടെ മറ്റുള്ള മേഖലകളിലൊക്കെ. അവയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തും ഏതൊക്കെ രീതിയിലാണോ അത് ആവശ്യമുള്ളത് ആ രീതിയിലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ആലോചിക്കുന്നത്. ആരോഗ്യ മേഖല, അതുപോലെ സ്ത്രീകളുടെ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ, ഈ മേഖലയിലൊക്കെ നിങ്ങൾ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പാവപ്പെട്ടവർക്കും അശരണയ്ക്കും ഒരു പകൽ വീട് പദ്ധതി, ഒട്ടനവധി ആളുകൾ വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരുണ്ട്. അത് പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലായി പകൽ വീട് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി UDF പരിശ്രമിക്കും. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം, ഇപ്പോൾ തന്നെ നമുക്കറിയാം ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ പലതും പഞ്ചായത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് അർഹത എത്തുന്നില്ല. അപ്പോൾ യുവതികൾക്കും യുവാക്കൾക്കും കൃത്യമായി പ്രാദേശിക തലത്തിൽ തൊഴിൽ സംരംഭങ്ങൾ, നൈപുണ്യ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ പദ്ധതികൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ടുകൾ നേടിയെടുക്കേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ നേടിയെടുത്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ സ്ത്രീകൾക്കും അതുപോലെ തന്നെ തൊഴിലില്ലാത്ത യുവതി യുവാക്കളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ പ്രദേശത്തും പ്രാദേശിക തലത്തിലുള്ള ഒരു യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് UDF ആലോചിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ്? തീർച്ചയായും വളരെ നല്ല പ്രതികരണമാണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDF സർക്കാരിനെതിരെ അതുപോലെ തന്നെ പ്രാദേശിക സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായ വികാരമാണ് കടന്നപ്പള്ളിയിലെ ഈ എല്ലാ വാർഡുകളിലും, നമ്മളിപ്പോൾ എല്ലാ വാർഡുകളിലും പ്രചരണമായി പോകുമ്പോഴും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ ജനങ്ങളെ സമീപിക്കുമ്പോഴും ഒക്കെ വളരെ നല്ലയുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതൊക്കെ തന്നെ ഇപ്പോൾ നമുക്കറിയാം കടന്നപ്പള്ളിയിൽ UDFന് 3 മെമ്പർമാരുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ സ്ഥലത്ത് നടപ്പാക്കിയിരുന്ന വികസന പദ്ധതികൾ മറ്റുള്ള വാർഡുകളിലെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. ഇപ്പോൾ 2-ാം വാർഡിലായാലും ഏരിയത്തായാലും അതുപോലെ തന്നെ ആലക്കാടായാലും ഒക്കെ
UDFിൻ്റെ ജനപ്രതിനിധികളായിരുന്നവർ നടപ്പിലാക്കിയ വികസന പദ്ധതി. അവർക്ക് പ്രാദേശിക തലത്തിലുള്ള ഫണ്ടുകൾക്ക് ഉപരി അവർ കേന്ദ്ര MPമാരുടെ അടുത്തു നിന്നായാലും പലതരത്തിലുള്ള ഫണ്ടുകൾ സമാഹരിച്ചുകൊണ്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ ഇടപെടുവാണ്. ഇപ്പോൾ താങ്കളുടെ UDFിൻ്റെ പ്രതിനിധികൾ ഉണ്ടായ വാർഡുകളിലും മറ്റ് പ്രതിനിധികളുടെ വാർഡുകളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് താരതമ്യം ചെയ്ത് പറഞ്ഞു. തീർച്ചയായും കാർഷിക മേഖലയ്ക്ക് വളരെ നല്ല പ്രാധാന്യം നൽകിക്കൊണ്ടാണ് UDFിൻ്റെ ജനപ്രതിനിധികൾ പല സ്ഥലങ്ങളിലും ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോന്താറ് പോലുള്ള ഒരു പ്രദേശത്ത് ഗ്രാമീണ റോഡുകളുടെ വൈവിധ്യവൽക്കരണം, അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ, കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള മുൻഗണനകൾ, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറ്റു വാർഡിലുള്ള ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് UDF കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം മുന്നോട്ട് പോകുന്നത്. എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? തീർച്ചയായും ഞങ്ങൾ പഞ്ചായത്ത് ഭരണം പിടിക്കുക എന്നുള്ളതാണല്ലോ ആത്യന്തികമായി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം. തീർച്ചയായും അതിനോട് അടുത്ത ഒരു സംവിധാനത്തിലേക്കാണ് ഇന്നത്തെ UDFിൻ്റെ പ്രചരണവും ഞങ്ങളുടെ ഒരുക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഇടതുപക്ഷം കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രാദേശിക ഭരണകൂടം ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വലിയ പദ്ധതികൾ നടപ്പിലാക്കുക എന്നല്ല, ഓരോ പ്രദേശത്തെയും നമ്മുടെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് എന്ന് പറയുന്ന ഓരോ ഏരിയയും ഓരോ തരത്തിൽ വ്യത്യസ്തമാണ്. ആ ഓരോ തരത്തിലെ ഓരോ പ്രദേശത്തെയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രദേശത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇപ്പോൾ ഞങ്ങൾ കടന്നപ്പള്ളി പോലുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജുമായി വളരെ അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള ജനങ്ങൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. അതൊക്കെ ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFിൻ്റെ തീരുമാനം. ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. UDFിനെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കേരളത്തിലിപ്പോൾ തീർച്ചയായും UDFിനെ എതിരായിട്ടല്ല രാഷ്ട്രീയ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, ഏറ്റവും വലിയ ആരോപണം ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. വിശ്വാസ സമൂഹത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് നിരന്തരം. അത് സാധാരണ ഒരു ദേവസ്വം ബോർഡ് മാത്രം ചെയ്യുന്ന കാര്യമല്ല. CPMൻ്റെ ഉന്നതരായ ആൾക്കാരാണ് അതിൻ്റെ പിന്നിലുള്ളത്. ശ്രീ പത്മകുമാർ ആയാലും N വാസുമായൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ ആയിട്ടുള്ളവരാണ്. അവരാണ് ഈ കൊള്ളക്ക് കൂട്ടു നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് ചില പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും അതിൻ്റെ ആ ആരോപണങ്ങൾ വന്ന സമയത്ത് തന്നെ അതിശക്തമായ നടപടികൾ എടുക്കാനും കോൺഗ്രസ് പാർട്ടിക്കും UDFിനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ മറുവശത്തോ ഇതേ ആരോപണങ്ങൾ നേരിടുന്ന ഒട്ടനവധിയായ ആളുകൾ മറുവശത്തില്ലേ. അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാരിനോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കോ സാധിച്ചിട്ടുണ്ടോ? അതൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ വിശ്വാസ സമൂഹത്തെ മുഴുവൻ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ആ വിശ്വാസ സമൂഹത്തെ അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് ശബരിമലയിൽ. എന്തിനേറെ പറയും, നമ്മൾ ഈ തൊട്ടടുത്ത പ്രദേശമായ മാടായിക്കാവിലടക്കം നമ്മൾ കണ്ടില്ലേ, വ്യാജ രസീതുകൾ നിർമ്മിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കുന്ന രീതി നമ്മൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഗുരുവായൂരും മറ്റുള്ള അല്ലെങ്കിൽ ശബരിമലയിലേക്കൊന്നും ഉണ്ടല്ലോ, പ്രാദേശിക തലത്തിൽ തന്നെ അത്ര ആ രീതിയിലുള്ള ഒരു കൊള്ളയാണ്, ഒരു കൊള്ള സംഘമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും UDF അതിനൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിക്കും. അതുവഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ഉജ്ജ്വലമായ വിജയത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഈ ഒരു പരിപാടിയിലൂടെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും, യാഥാർത്ഥ്യമാക്കുമെന്ന് തോന്നുന്ന വാഗ്ദാനങ്ങൾ ഈ പരിപാടിയിലൂടെ ഒന്ന് പറയാം. തീർച്ചയായും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ചു നൽകുക, എല്ലാ വീടുകളിലും ശുദ്ധജല വിതരണ പദ്ധതികൾ നടപ്പിലാക്കുക, മാലിന്യ സംസ്കരണം സമ്പൂർണ്ണമാക്കുക എന്നുള്ളത് തന്നെയാണ് UDF ഏറ്റവും ആത്യന്തികമായി മുന്നോട്ട് വെക്കുന്ന പദ്ധതി. എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചേർന്നു. നിങ്ങളുടെ തന്നെ തരിശ് ഭൂമികൾ ഇപ്പോൾ ഇടക്കാലത്ത് പാടശേഖരങ്ങളൊക്കെ സജീവമാക്കിക്കൊണ്ട് ആ കൃഷി യോഗ്യമാക്കുന്ന ഒരു പദ്ധതികൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ട് വീണ്ടും പഴയതുപോലെ എല്ലാം തരിച്ചിടുന്നു. അപ്പോൾ തരിശ് ഭൂമികൾ ഒന്നുമില്ലാത്ത രീതിയിൽ കാർഷിക യോഗ്യമായ ഭൂമികൾ സൃഷ്ടിക്കുക എന്നുള്ളതും UDFിൻ്റെ ഒരു പദ്ധതിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ BJPയുടെ പ്രതിനിധിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഇതുവരെയുള്ള തദ്ദേശ ഭരണത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ തദ്ദേശ ഭരണത്തിൽ BJPയുടെ ഒരു സാന്നിധ്യം കുറവായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യം കുറവാണ് എന്നുള്ള വാദം തീർത്തും തെറ്റാണ്. കാരണം നമ്മൾ ഇതുവരെ കഴിഞ്ഞ എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും
എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇത്തവണയും നമ്മൾ 16 വാർഡുകളിലുള്ള ഈ പഞ്ചായത്തിൽ 10 വാർഡുകളിൽ നമ്മൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ച് രണ്ടാം വാർഡിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ രണ്ടാം വാർഡിൽ വളരെ ശക്തമായ ത്രികോണ മത്സരമാണ്. മറ്റു 2 മുന്നണികളുടെയും കൂടെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ മുന്നിലായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും BJPയുടെ സാന്നിധ്യം ശക്തമായിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഭരിച്ചത് ഇടതുപക്ഷമാണ്. ഈ ഒരു ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ തവണ മാത്രമല്ല, നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇതുവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇതുവരെ അറിയാം, കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതി പോലെ തന്നെ വികസനം, നമ്മളെ ഏറ്റവും പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്ന വികസനം അല്ലെങ്കിൽ അതുപോലെയുള്ള ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളിലായാലും പഞ്ചായത്ത് താരതമ്യേന പിറകെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു നികുതി വരുമാനം കിട്ടുന്ന പെരിയാരം മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ആ തൊഴിൽ നികുതി, അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഒരു പഞ്ചായത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വികസനം ഒരു സാധാരണ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. റോഡ് സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിലെ വികസനം ഒരു നാമമാത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ രംഗത്തും ഇതിനേക്കാൾ എത്രയോ ഉപരി ചെയ്യേണ്ടതിൻ്റെ ഒരു 50% പോലും വികസനം പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. BJP അതിനൊക്കെ നമ്മുടെ പ്രകടന പത്രികയിലും നമ്മുടെ കാര്യങ്ങളിലൊക്കെ അത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. BJP അധികാരത്തിൽ വന്നാൽ പ്രധാനമായും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? BJP നമ്മളിപ്പോൾ ഈ അധികാരത്തിൽ വന്നാൽ നമ്മുടെ സമഗ്രമായ വികസനം, നമ്മുടെ പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണം തന്നെ അതാണ്. എല്ലാ രംഗത്തും യാതൊരു മുഴുവൻ ജനങ്ങൾക്കും വികസനം എത്തുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലായാലും വീട് ഗൃഹനിർമ്മാണങ്ങളുടെ കാര്യത്തിലായാലും ജലസേചനത്തിൻ്റെ കാര്യത്തിലായാലും കാർഷിക രംഗത്തായാലും റോഡ് വികസനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ രംഗത്തും വളരെ സമഗ്രമായൊരു വികസനം, അതുമാത്രമാണ് നമ്മുടെ കാഴ്ചപ്പാട്. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്ന ഒരു അടിസ്ഥാന തത്വശാസ്ത്രമാണ് BJPയുടേത്. അപ്പോൾ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങൾക്കോ ഒരു പ്രാധാന്യം കൊടുക്കാതെ മുഴുവൻ ആളുകൾക്കും അടിസ്ഥാന ജനങ്ങൾക്ക് മുഴുവൻ വികസനം എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ് BJPക്കുള്ളത്. മറ്റ് എതിർകക്ഷികൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റാതെ പോയ എന്ത് കാര്യം ചെയ്യാനാണ് BJP അധികാരത്തിൽ വന്നാൽ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക ഗ്രാമമാണ്. അപ്പോൾ കാർഷിക വിളകൾ ഇപ്പം കുറച്ച് നമുക്ക് പറയാം, ആ ഒരു 18 പ്രളയത്തിന് ശേഷം നമുക്ക് കാർഷിക മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. കാർഷിക മേഖല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. നമുക്ക് കവുങ്ങ് കൃഷിയാണ് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാർഷിക ജീവിതോപാധി. അപ്പോൾ അതിന് വളരെയധികം പലതരം അസുഖങ്ങൾ നിമിത്തം കവുങ്ങ് കൃഷി പാടെ തകർന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു പ്രതിവിധി നമ്മൾ അടിസ്ഥാനപരമായ കൃഷി വിദഗ്ധരുമായി ആലോചിച്ചിട്ട് നമ്മളിപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു വെള്ളപ്പൊക്ക ഭീഷണി, നമ്മുടെ ഈ വണ്ണാത്തിക്കടവ് എല്ലാ വർഷവും ഇപ്പം നിറഞ്ഞു കവിഞ്ഞ് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ പുഴയിലൂടെ വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് അത് ശരിയാക്കാനും പുഴ വൃത്തിയാക്കി ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശരിയാക്കിയിട്ട് ഈ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കർത്തവ്യം. BJP അധികാരത്തിൽ വന്നാൽ, ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ അഴിമതി, അനിയന്ത്രിത ചെലവുകൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭരണപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ സുതാര്യമായിട്ട് ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം മുതൽ താഴോട്ടെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇടനിലക്കാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എല്ലാ രംഗത്തും വളരെ സുതാര്യമായി കണക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രംഗത്ത്, അതായത് ഇടനിലക്കാർ അഴിമതി കാണിക്കുന്ന ഒരു സംവിധാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കി നേരിട്ട് ജനങ്ങളിൽ നിന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് എല്ലാ പ്രവൃത്തികളും ചെയ്ത് അങ്ങനെ തീർത്തും അഴിമതി രഹിതമായിട്ട്, ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് 10 വർഷത്തിലധികമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഒരു ചെറിയ അഴിമതി ആരോപണം പോലും ആർക്കും ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സംവിധാനം തന്നെ നമ്മൾ ഏറ്റവും താഴെത്തട്ടിലും
എത്തിക്കാനാവുന്നുള്ളതാണ് BJPൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓരോ മേഖലയിലുമുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ ചുരുക്കി പറയാൻ. അടിസ്ഥാനപരമായ ജനങ്ങളുടെ ഒരു വികസനം തന്നെ നമ്മുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രത്യേകിച്ച് ഈ പുഴയുടെ അതാണ് നമ്മുടെ പ്രകടന പത്രിക ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. മഴക്കാലത്ത് ഈ കരകവിഞ്ഞൊഴുകുന്ന വണ്ണാത്തിപ്പുഴ അത് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും തന്നെ വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ശുദ്ധമായ വെള്ളം ശരിയായി ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം അതിപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയൊരു ഉറപ്പെന്താണെന്ന് വെച്ചാൽ രാജ്യസഭാ MP സദാനന്ദ മാഷുടെ ഒരു ഓഫീസിൻ്റെ ഒരു ഇടപെടൽ അടുത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടപെടലോടുകൂടെ നമ്മൾക്ക് ഈ പുഴയുടെ ഒരു ശുചീകരണത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പദ്ധതി നമ്മുടെ ഈ വണ്ണാത്തിപ്പുഴയുടെ സുഗമമായ ഒഴുക്കിനെ ശരിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ഒരു വാഗ്ദാനം. സ്ത്രീ സുരക്ഷ ഒരു മേഖല എടുത്തു പറയുകയാണെങ്കിൽ സ്ത്രീ സുരക്ഷ അതുപോലെ തന്നെ കുട്ടികളുടേത് അതിലൊക്കെ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീ സുരക്ഷയുടെയും കുട്ടികളുടെയും കാര്യത്തിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് നിരവധി പദ്ധതികളുണ്ട്. മാതൃവന്ദന യോജന, കുട്ടികളുടെ കാര്യത്തിലുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിൽ സത്യം പറഞ്ഞാൽ ചില പദ്ധതികൾ പേര് മാറ്റിയിട്ട് ഇവിടെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലില്ലെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ശരിയായ ഗുണം താഴെത്തട്ടിൽ നമുക്ക് എത്തുന്നില്ല. കേന്ദ്ര പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ധാരാളം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കേരളത്തിൽ രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെ പേരിൽ സർക്കാർ നടപ്പിലാക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ BJPയുടെ ഒരു അധികാര സംവിധാനം വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അതിനോടനുസൃതമായിട്ടുള്ള രീതിയിലുള്ള പദ്ധതികൾ നമുക്കിവിടെ നടപ്പിലാക്കാൻ സാധിക്കും. ഈ ഒരു ഗ്രാമപഞ്ചായത്തിലെ അടിയന്തര പ്രാദേശിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് പരിഹരിക്കാൻ വേണ്ടി എടുക്കാൻ പോകുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈ അടിസ്ഥാന വികസനം തന്നെയാണ്. ഒരുപാട് റോഡുകൾ വളരെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള റോഡുകൾ അതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഇത്. നമ്മളെ പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന ഇതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ആ റോഡ് വികസനം ഒരു നാടിൻ്റെ വികസനത്തിലെ റോഡുകൾ ഗതാഗത സംവിധാനം ശരിയാവുന്ന രീതിയിലുണ്ടാകുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ റോഡ് വികസനം അതുപോലുള്ള ചെറുകിട വ്യവസായങ്ങൾ ധാരാളം ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന രീതിയിലുള്ള ചെറുകിട വ്യവസായങ്ങൾ ധാരാളം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ഇതൊക്കെയാണ് BJPൻ്റെ പ്രധാന വീക്ഷണം. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം നമ്മളിപ്പം ഇപ്രാവശ്യം പല വാർഡുകളിലും BJP ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കടന്നു ചെല്ലാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും നമുക്ക് ആദ്യമായിട്ട് ഇപ്രാവശ്യം പ്രചരണത്തിന് പോകാൻ സാധിച്ചു. ജനങ്ങളിൽ നിന്ന് വളരെ അനുകൂലമായൊരു പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും BJPക്ക് ജനങ്ങൾ BJPയെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. BJP ഏതായാലും ഇത്തവണ ഈ പഞ്ചായത്തിൽ വലിയൊരു വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടത്തും. ചിലപ്പോൾ ഈ വാർഡടക്കം പല വാർഡുകളിലും നമ്മൾ വിജയത്തിലെത്തുന്നൊരു പ്രതീക്ഷയും കൂടെ നമുക്കുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ അതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ BJPക്ക് സാധിക്കും? കേരളത്തിൽ നമ്മൾ രാഷ്ട്രീയപരമായി നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആ രാഷ്ട്രീയ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇപ്പം ദേവസ്വം വകുപ്പിൽ ഇടതുപക്ഷം നടത്തി വരുന്ന ഈ ക്ഷേത്ര കൊള്ളകൾ അതുപോലെയുള്ള UDFൻ്റെ കാര്യത്തിലായാലും സ്ത്രീ സംബന്ധമായിട്ടുള്ള പല കേസുകളിലും അവരുടെ നേതാക്കന്മാർ പെട്ടിട്ടുള്ള അവസ്ഥ അതൊക്കെ ജനങ്ങളെ മുന്നിൽ തുറന്നു കാണിച്ച് അതൊക്കെ നമുക്കൊരു അനുകൂല ഘടകമാക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് BJPയെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം നമ്മുടെ ഈ വാർഡിൻ്റെയും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും BJP നമ്മുടെ സംഘടനയും പിന്നെ നേതൃത്വവും അതിൻ്റെ കൂടെ ഉണ്ടാവും. നമ്മുടെ സ്ഥാനാർത്ഥി ഈ വാർഡിലെ സ്ഥാനാർത്ഥിയായ ശ്രീദേവി അതുപോലെ തന്നെ മറ്റ് 9 വാർഡുകളിലും കൂടെ നമുക്കിവിടെ സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാവരെയും ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ച് നമ്മളെ വിജയിപ്പിക്കണമെന്ന് ആണ് പറയാനുള്ളത്.
വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുകയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അടുത്തൊരു പഞ്ചായത്തിലെ പ്രതിനിധികളുമായി നാളെ സംവദിക്കാം. അതുവരയ്ക്കും ബൈ.